السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്നലെ നമ്മൾ സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന അത്ഭുത സ്വലാത്തിൻ്റെ ഫലങ്ങൾ, അതിലൂടെ പലർക്കും ലഭിച്ച അവരുടെ ഗുണങ്ങൾ, അവർ ചെയ്ത അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ അനുഭവങ്ങൾ പറയാനുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കുറച്ചും കൂടെ ആളുകൾ പങ്കിട്ട ഷെയർ ചെയ്ത അവരുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകളാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു നമുക്ക് ഇതുപോലെയുള്ള സ്വലാത്തുകളിൽ പൂർണ്ണമായും വിശ്വസിച്ച് അതിൻ്റെ ഫലങ്ങൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്നേഹിക്കാനുള്ള, ഇഷ്ടം വെക്കാനുള്ള, ഹുബ്ബ് വെക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർ പങ്കിട്ട ചില അനുഭവങ്ങളാണ് പറയുന്നത്. ഒരാൾ പറയാണ് 12 ദിർഹംസ് കട്ടുണ്ടായിരുന്നു പോലീസ് കേസിൽ, അതിനും വലിയ ലോക്ക് എല്ലാം തീർത്തു തന്നു പടച്ചോൻ വളരെ നിസ്സാരമായിട്ട്. നിയ്യത്ത് ചെയ്യുമ്പോൾ കാര്യം നടന്നാൽ എന്നാണെങ്കിൽ ഒരിക്കലും ആ കാര്യം നടക്കൂല. അള്ളാഹുലേക്ക് മടങ്ങും എന്ന ദൃഢനിശ്ചയമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് കാര്യം നടക്കുമെന്നാണ് ആൾ പറയുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ കാര്യം നടന്നാൽ ഞാൻ ചൊല്ലുന്നല്ല ചെയ്യേണ്ടത്, ചെയ്യുക, നല്ല വിശ്വാസത്തോടു കൂടെ ചൊല്ലുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഫലം ലഭിക്കുമെന്നാണ് ആൾ പറയുന്നത്. ആളുടെ ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും കടം ഈ സ്വലാത്തിലൂടെ മാറിയെന്നാണ് ആൾ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലേ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട്, ഈ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാളുടെ വഴി പടച്ച റബ്ബ് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരാൾ പറയുന്ന ഒരനുഭവമാണ്. എന്താ അറിയോ, ഈ സ്വലാത്ത് ചൊല്ലി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ആൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ, അതൊക്കെ ഈ സ്വലാത്തിലൂടെയാണ് നടന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. മക്കയിലും മദീനയിലും പോകാനായിരുന്നു, ലക്ഷ്യമാവുന്ന മുന്നേ അത് സാധിച്ചു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. 1 ലക്ഷം തീർച്ചയാക്കിയിട്ട് നിയ്യത്താക്കിയിട്ടാണ് ആൾ ചൊല്ലിയിരുന്നത് മക്കത്തും മദീനത്തും എത്താൻ വേണ്ടിയിട്ട്. 1 ലക്ഷം ആവണതിന് മുമ്പ് തന്നെ ആൾക്ക് മക്കത്തും മദീനത്തും എത്താൻ കഴിഞ്ഞു. എന്തേ കാരണം? ആൾക്ക് ഈ ഒരു സ്വലാത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ്, അതുതന്നെയായിരുന്നു ശരിക്കും ആളെ അതിലേക്കൊക്കെ എത്തിച്ചത്. വഫഖനല്ലാഹ്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് വന്ന് പറയാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ. ഇതിലൊക്കെ പൂർണ്ണ വിശ്വാസം, ഒരു ഉറപ്പ് പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ ആമീൻ. സ്വലാത്തുൽ ഫാത്തിമയുടെ വലിപ്പം മനസ്സിലായില്ലേ? കുഞ്ഞു സ്വലാത്താന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ ചീനമുളക് ഉണ്ടല്ലോ. സംഭവം അത് ചെറിയ സാധനം, പക്ഷേ അതിൻ്റെ ആ ഒരു എരിവുണ്ടല്ലോ, വല്ലാത്ത എരിവാണ്, വല്ലാത്ത കടുപ്പമേറിയ എരിവാണ്. എന്ന പോലെ ഈ സ്വലാത്ത് കുഞ്ഞു സ്വലാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഫലങ്ങൾ വളരെ വലുതാണ്. വളരെയധികം ഒരുപാട് ആളുകൾക്ക് ഉപകാരങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ. പടച്ചോനെ നമുക്കും ഇതൊക്കെ ചൊല്ലാനുള്ള, ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകളുടെ ഫലങ്ങളും ഗുണങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.